അവനെ എത്ര കോടി വേണേൽ കിട്ടുമായിരുന്നല്ലോ. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പം അവനങ്ങനെ കച്ചവടം വല്ലതും നടത്തിയിട്ടുണ്ടോ? അവന് 25 എച്ച് മേടിക്കാൻ പോകേണ്ട കാര്യമെന്ന് നുണ പറയുന്നതിന് ഡോക്ടറേറ്റ് എടുത്തണം. ഇതെല്ലാം എന്ത് പറയും, എനിക്കറിയാം അവനെ. അവൻ കാശുണ്ടാക്കാൻ വേണ്ടി ആരെ പറ്റി എന്തും പറയും, മനസ്സിലായില്ലേ? ഇപ്പോൾ അനിലാൻ്റിനെ പറ്റി ഒരു പരാതി പറഞ്ഞാൽ അനിലാൻ്റി അയ്യോ എന്ന് പറഞ്ഞ് ചെന്നാൽ ഇവൻ 2 പ്രാവശ്യമായിട്ട് അയാളെ പോയി കണ്ടിട്ടുണ്ട്. ഇവൻ എല്ലാവരും പോയി കാണുമെന്ന്. നന്ദുകാരുടെ പേരിൽ ആൻറ്റോ ആൻ്റണിയിൽ അതിന് ആരാ സംശയം വല്ലതും ഉണ്ട്? ആൻറ്റോ ആൻ്റണി ആര് തർക്കം വേണ്ട. അയാൾ എൻ്റെ പണിക്ക് കൂട്ടു നിൽക്കുന്നുള്ള ആൻറ്റോ ആൻ്റണി. എനിക്ക് ഒരു സംശയമില്ല ആൻറ്റോ ആൻ്റണിയാണ് അത്. അപ്പോൾ ആൻറ്റോ ആൻ്റണിയുടെ എത്ര രൂപ മേടിച്ചവൻ നോക്കി വെച്ചാൽ മതി. PC ജോർജിന്റെ പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കുറെ തുറന്നു പറച്ചിലുകൾ ഇങ്ങനെ നടത്തുന്നുണ്ട് ദല്ലാൽ നന്ദകുമാർ. അതിൽ മുന്നണി വ്യത്യാസമില്ലാതെ എല്ലാ മുന്നണിക്കാർക്കും വിവിധ ആളുകൾക്കെതിരെ, വിവിധ നേതാക്കൾക്കെതിരെയുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ അനിൽ ആന്റണി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം വന്നപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്, തർക്കിക്കാൻ സമയമില്ല, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടട്ടെ എന്നുള്ളതാണ് അനിൽ പറയുന്നത്. ഇപ്പോൾ നന്ദകുമാർ വീണ്ടും ആവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണ്? തെളിവിന്റെ കാര്യത്തിൽ അരുണിനോട് എന്ത് മറുപടിയാണ് നന്ദകുമാർ നൽകുന്നത്? തീർച്ചയായിട്ടും TG നന്ദകുമാർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ ഉൾപ്പെടെയുള്ളവയും ചോദ്യങ്ങളായിട്ട് ഉയരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല. ആന്റണിക്കെതിരെ, AK ആന്റണിക്കെതിരെ മകനായ അനിൽ ആന്റണി നടത്തിയ പരാമർശങ്ങളാണ് തന്നെ ഇത് പറയാൻ പ്രകോപിപ്പിച്ചത്. ഇത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. താൻ അനിൽ ആന്റണിക്ക് 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, അതിന്റെ തെളിവുണ്ട്, ആ തെളിവ് താൻ പുറത്തു വിടുമെന്നാണ്. കാരണം ഇന്നലെ അനിൽ ആന്റണി ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ PJ കുര്യൻ കൂടി ഇക്കാര്യം നിഷേധിച്ചു കഴിഞ്ഞാൽ താൻ തെളിവുകൾ പുറത്തുവിടുമെന്നുള്ളതാണ് TG നന്ദകുമാർ ഉറപ്പിച്ച് പറയുന്നത്. അത് തൻ്റെ കൈവശമുണ്ടെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ ആ തെളിവുകൾ എന്താകും, അതിൻ്റെ വിശ്വാസം എത്രത്തോളം ഉണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അനിൽ ആന്റണിക്കെതിരെ ചെറിയ ആരോപണമല്ല. UPA സർക്കാരിൻ്റെ സമയത്ത് അനിൽ ആന്റണി ഇടനിലക്കാരനായി പ്രവർത്തിച്ചു, അതും സൂപ്പർ ദല്ലാളായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് TG നന്ദകുമാറിന്റെ ആരോപണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ അതിന്റെ തെളിവുകൾ കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാകില്ല. എന്തായാലും നന്ദകുമാർ മറ്റൊരു BJP നേതാവിനെയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. BJPയുടെ ഒരു സ്ഥാനാർത്ഥി തന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടാണ് 10 ലക്ഷം രൂപ വാങ്ങിയത്. എന്തായാലും TG നന്ദകുമാർ പരസ്യമായിട്ട് ആ പേര് പറഞ്ഞിട്ടില്ല. ഒരു തീപ്പൊരു നേതാവാണ്, നിലവിൽ BJPയുടെ സ്ഥാനാർത്ഥിയാണെന്ന് മാത്രമാണ് TG നന്ദകുമാർ പരസ്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് ഒരു പേര് പറയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും പ്രയാസമാണ്. കാരണം ഒരാൾ പരസ്യമായിട്ട് ആരോപണം ഉന്നയിക്കാതെ ഒരു പേര് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ആരെന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആ പേര് പറയണമെങ്കിൽ അത് TG നന്ദകുമാർ തന്നെ പുറത്ത് പറയേണ്ടതുണ്ട്. പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ നേതാവിനെതിരെയാണ് നന്ദകുമാർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇവർ നടത്തിയ ഭൂമി ഇടപാടിലാണ് തനിക്ക് 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടത്. അവർ ആദ്യം ഒരു ഭൂമി വാങ്ങുന്നതിന് വേണ്ടി തന്നെ സമീപിച്ചു, അതിന് 10 ലക്ഷം രൂപ നൽകി. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കിയത് ഈ ഭൂമി കാണിച്ച് മറ്റു 2 പേരിൽ നിന്ന് കൂടി ഇവർ കാശ് വാങ്ങിയിട്ടുണ്ടെന്ന്. ഇതിനെ തുടർന്ന് തിരിച്ചു വെച്ചു. പക്ഷെ ആ പണം ഇതുവരെ തിരിച്ച് നൽകിയിട്ടില്ല. അത് നൽകാൻ തയ്യാറായില്ലെങ്കിൽ ആ നേതാവിന്റെ പേര് പരസ്യപ്പെടുത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെ BJPയുടെ 2 നേതാക്കന്മാർക്കെതിരെയാണ് നിലവിൽ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് കൂടി വ്യക്തമാകേണ്ടത്. അതിനകത്ത് നന്ദകുമാർ നൽകുന്ന ന്യായീകരണം AK ആന്റണിക്കെതിരെ മകനായ അനിൽ ആന്റണി നടത്തിയ പരാമർശങ്ങളാണ് തന്നെ ഇത്തരത്തിലൊരു കാര്യം പറയാൻ പ്രകോപിപ്പിച്ചത് എന്ന് മാത്രമാണ്. എന്തായാലും ഇനി PJ കുര്യനാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തേണ്ടത്. PJ കുര്യന്റെ പ്രതികരണത്തിന് എന്തായിരിക്കും അതിനപ്പുറത്ത് തന്നെ അനിൽ ആന്റണിയുടെ പേര് തുറന്നു പറയുന്നു. മറ്റൊരു തീപ്പൊരി നേതാവ് എന്നൊക്കെ പറയുന്നുണ്ട്. ആളുടെ പേര് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നന്ദകുമാർ തുറന്നു പറഞ്ഞേക്കാം.